Okay, medical course in semester 2, hospital management, semester 2, element 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Question number 1, primary utility of medical records in healthcare. എന്തിനാണ് യൂസ് ചെയ്യുക മെഡിക്കൽ റെക്കോർഡ്സ്? പേഷ്യൻ്റ് കെയറും കണ്ടിന്യൂറ്റിയും വേണം. പേഷ്യൻ്റ് കെയർ മീൻസ് പേഷ്യൻ്റെ ഡാറ്റ എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അടുത്ത സമയത്ത് പേഷ്യൻറ്റും പഴയ ഡാറ്റ ആയിട്ട് നമ്മൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. ഒരു പേഷ്യൻറ്റിന് ഒരു ഡോക്ടറിന് മറ്റു ഡോക്ടർക്ക് പോകുമ്പോൾ അങ്ങോട്ടും ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം. അപ്പോൾ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് പേഷ്യൻ്റ് ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മെഡിക്കൽ റെക്കോർഡ്സ് യൂസ് ചെയ്യുന്നത്. മെഡിക്കൽ റെക്കോർഡ്സ് ഹെൽപ്പ് ഇൻ ക്ലിനിക്കൽ ഡിസിഷൻ ബൈ. അപ്പം എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്ക് പേഷ്യൻ്റെ പഴയ കാര്യങ്ങൾ ഹിസ്റ്ററി എല്ലാം അതിനകത്തുണ്ടാവും. അപ്പോൾ നമുക്ക് എപ്പോഴും പേഷ്യൻ്റ് ഒരു കാര്യം ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാ ഡോക്യുമെൻ്റ് ആയിരിക്കും. അപ്പോൾ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് നമുക്ക് പല പഴയ കാര്യങ്ങളും ഡയഗ്നോസിസും പാസ്റ്റ് റെക്കോർഡ്സും എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫർദർ ഡിസിഷൻ എടുക്കാനും ട്രീറ്റ്മെൻറ്റ് എടുക്കാനും നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ആൻസർ ബി ആണ്, പ്രൊവൈഡിങ് പേഷ്യൻ്റ് ഹിസ്റ്ററി വിച്ച് ഫങ്ഷൻ സപ്പോസ് ലീഗൽ പ്രൊട്ടക്ഷൻ. ആൻസർ ബി ആണില്ലേ, നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായി ഡോക്യുമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തെങ്കിലും പ്രശ്നം വന്നാൽ കോടതിയിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കും. ആൻസർ ബി ആണ്, ഡോക്യുമെൻറ്റേഷൻ. MRD സ്റ്റാൻഡ്സ് ഫോർ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെൻറ്റ്. ആൻസർ എ ആണ്. പേഷ്യൻ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ് റെക്കോർഡ്സ് എടുക്കുന്നത്. അപ്പോൾ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ പേഷ്യൻ്റ് ട്രാൻസ്ഫർ ആവണമെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മറ്റേ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഷെയർ ചെയ്യാൻ റെക്കോർഡ്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. രണ്ട് ഡോക്ടേഴ്സ് തമ്മിൽ നഴ്സസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ റെക്കോർഡ്സ് വേണം. ആൻസർ ബി ആണ്. ഹോസ്പിറ്റൽ മാനേജർ ഇൻഷുറൻസ്. ഹോസ്പിറ്റൽ മാനേജർ റെസ്പോൺസിബിൾ എന്താണ്? പ്രോപ്പർ റെക്കോർഡ് സിസ്റ്റം ഉണ്ടായിരിക്കുക എന്നുള്ളത് റെസ്പോൺസിബിലിറ്റിയാണ്. ആൻസർ ബി ആണ്. MRD പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റി റെക്കോർഡ്സിനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻസർ ബി ആണ്. മെഡിക്കൽ റെക്കോർഡ്സ് എന്താണ് അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ഇംപ്രൂവ്സ് ദി ക്വാളിറ്റി ഓഫ് കെയർ. പേഷ്യൻ്റ് ഡാറ്റ എല്ലാം നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഡിസിഷൻ എടുക്കാനും തീരുമാനം എടുക്കാനും ഡയഗ്നോസിസ് ട്രീറ്റ്മെൻറ്റിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ് ആവും. ആൻസർ ബി ആണ്. മിസ്സിംഗ് ഡാറ്റ റെക്കോർഡ് ഇമ്പാക്ട്. ഒരു കേസ് റെക്കോർഡ് കിട്ടിയില്ലെങ്കിൽ എന്താണ് പ്രോബ്ലം? കാരണം എല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പഴയ കാര്യം ഓർത്തിട്ട് കറക്റ്റായിട്ട് തീരുമാനം എടുക്കാം. അപ്പോൾ ഡിസിഷൻ ഹെൽപ്പ് ചെയ്യുന്നത് റെക്കോർഡ്സ് ആണ്. അപ്പോൾ റെക്കോർഡ്സ് ഇല്ലെങ്കിൽ പൂർ ഡിസിഷൻ ആയിരിക്കും. ആൻസർ ബി ആണ്. ഓർഗനൈസേഷൻ ഓഫ് MRD റിക്വയർസ്. MRDക്ക് അത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, പ്രോപ്പർ ഫയലിംഗ് ഉണ്ടായിരിക്കണം, പ്രോപ്പർ ഇലക്ട്രോണിക് സിസ്റ്റംസ് ഉണ്ടായിരിക്കണം, സ്റ്റോറേജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആൻസർ ബി ആണ്. വിച്ച് ഈസ് കീ MRD ഫംഗ്ഷൻ. MRDയുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? മെയിൻ ഫംഗ്ഷൻ റെക്കോർഡ് സ്റ്റോറേജ് ആണ്. ആൻസർ ബി ആണ്. സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ, എടുക്കാൻ വെക്കുന്ന സ്ഥലമാണ്. മെഡിക്കൽ റെക്കോർഡ് അസിസ്റ്റിംഗ്. മെഡിക്കൽ റെക്കോർഡ് വേറെ യൂസ് എന്ന് വെച്ചാൽ റിസർച്ചിന് യൂസ് ചെയ്യാം. ഒരുപാട് ഡാറ്റ അതിനകത്തുള്ളത് കൊണ്ട് പല കാര്യത്തിനും സ്റ്റഡീസിന് അത് യൂസ് ചെയ്യാൻ പറ്റും. ആൻസർ എ ആണ്. ഓഡിറ്റ് കണ്ടക്ട് റെക്കോർഡ്സ് യൂസ്. ഓഡിറ്റ് എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ പ്രിവെൻഷൻ ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ, ക്വാളിറ്റി കറക്റ്റ് ആണോ, പ്രോപ്പർ പ്രോട്ടോകോൾ വെച്ചാണ് ചെയ്തിരിക്കുന്നത്, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആണോ ഫോളോ ചെയ്യുന്നത് നോക്കുന്നത് മെഡിക്കൽ റെക്കോർഡ് വെച്ചിട്ടാണ്. അപ്പോൾ ആൻസർ ബി ആണ്, ക്വാളിറ്റി ചെക്ക്. ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ. ഹോസ്പിറ്റലിൽ കണക്കെടുക്കുന്നത് ആക്ച്വലി മെഡിക്കൽ റെക്കോർഡ്സിനാണ് നമ്മൾ കണക്കെടുക്കുന്നത്. അപ്പോൾ അത് റിലയബിൾ ഡാറ്റയാണ്. അപ്പോൾ ആൻസർ ബി ആണ്, മെഡിക്കൽ റെക്കോർഡ്സ്. റോൾ ഓഫ് MRD ഇൻ കോൺഫിഡൻഷ്യാലിറ്റി മീൻസ് ഒരു പേഷ്യൻ്റ് ഇൻഫർമേഷൻ വേറെ ആൾക്ക് ഷെയർ ചെയ്യാൻ പാടില്ല. അതിനാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്, പ്രൊട്ടക്ട് ഡേറ്റ. മാനേജർ എൻഷുർസ് ട്രെയിനിങ് ഓഫ് MRD സ്റ്റാഫിന് പ്രോപ്പർലി ട്രെയിൻഡ് ആയിരിക്കണം. അപ്പോൾ മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണത്. ആൻസർ ബി ആണ്. റെക്കോർഡ് ഡ്യൂപ്ലിക്കേഷൻ ഓക്കേഴ്സ്. റെക്കോർഡ് ഡ്യൂപ്ലിക്കേഷൻ എപ്പോഴാണ് ഉണ്ടാകുന്നത്? മാനേജർ റോൾ എന്താണ്? മാനേജർ റോൾ കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് ഡിസൈൻ ചെയ്യുന്ന സ്റ്റാൻഡേർഡിനകത്ത് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അത് ഫോളോ ചെയ്യാൻ നോക്കണം. അപ്പോൾ കൺട്രോൾ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ നോക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ പ്രിവെൻ്റ് ആകും. അപ്പോൾ ആൻസർ ബി ആണ്, ഇംപ്ലിമെൻറ്റ് കൺട്രോൾ. MRD ഓർഗനൈസേഷൻ ഇൻക്ലൂഡ്സ്. നമുക്ക് മെയിനായിട്ട് MRDക്കകത്ത് മെയിൻ സെക്ഷൻ ഫയലിംഗ് സെക്ഷൻ. ഓരോ ഫയൽ വെക്കുന്നതിന് ഒരു ഷെൽഫോ സെക്ഷൻ ഉണ്ടാവും, ഫയലിംഗ് ക്യാബിനറ്റ് ഉണ്ടാവും. അത് ഉറപ്പായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് ഫയൽ വയ്ക്കാൻ പറ്റുള്ളൂ. ആൻസർ എ. മെഡിക്കൽ റെക്കോർഡ്സ് ആർ യൂസ്ഫുൾ ഫോർ. മെഡിക്കൽ റെക്കോർഡിന് പല യൂസും ഉണ്ട്. അതിനകത്ത് പ്ലാനിങ്, നമുക്ക് ഡാറ്റ കിട്ടും, ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഒരുപാട് സ്റ്റഡീസ് നടത്താം. ഫ്യൂച്ചറിൽ നമുക്ക് എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് വേണം, പുതിയ എന്തെങ്കിലും വേണം വേണ്ടതൊക്കെ
പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ എ ആണ്. പേഷ്യൻ്റ് കംപ്ലൈൻസ് ലീഗലി റെക്കോർഡ്സ് ആക്ട് ആസ് എവിഡൻസ്. ആൻസർ എ ആണ്. പേഷ്യൻ്റ് കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ റെക്കോർഡ്സ് ആണ് തെളിവെന്ന് പറയുന്നത്. ആൻസർ എ ആണ്, എവിഡൻസ്. MRD പേഴ്സണൽസ് മസ്റ്റ് എൻഷുർ. MRD പേഴ്സണൽസ് എപ്പോഴും ഡാറ്റ അക്യുറസിയിലാണ് ശ്രദ്ധിക്കേണ്ടത്. കറക്റ്റ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം, ഫയൽസ് പ്രോപ്പർ ആയിരിക്കണം, എല്ലാ ഡോക്യുമെൻറ്റ്സും അതിനകത്ത് സേവ്ഡ് ആയിരിക്കണം. ആൻസർ എ ആണ്, അക്യുറസി. വിച്ച് ഇംപ്രൂവ്സ് കമ്മ്യൂണിക്കേഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡ് റെക്കോർഡ്സ് ആണ്. അപ്പോൾ ആൻസർ എ ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ കണക്ട് ചെയ്യാൻ റെക്കോർഡ്സ് ആണ് നല്ലത്. മാനേജർ സൂപ്പർവൈസസ്. മാനേജർ എന്താണ് നോക്കുന്നത്? റെക്കോർഡ് സിസ്റ്റം കറക്റ്റാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്. ആൻസർ എ ആണ്. റോങ് ഫയലിംഗ്. ഫയൽ തിരിച്ചു വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് സ്ഥലത്ത് വെച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഡിലേ വരും, ഫയൽ കിട്ടാൻ പാടാവും, പേഷ്യൻസിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആൻസർ ബി ആണ്, ഡിലേ. MRD ഹെൽപ്സ് ഇൻ. MRDയുടെ റോൾ എന്താണ്? ഡാറ്റ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ പേഷ്യൻസ് എല്ലാ ഡാറ്റയും കളക്ട് ചെയ്ത് കറക്റ്റ് സ്ഥലത്ത് വയ്ക്കുന്നു, ആവശ്യമുള്ള സമയത്ത് എടുക്കാൻ പറ്റുന്നു. അപ്പോൾ ആൻസർ ബി ആണ്, ഡാറ്റ മാനേജ്മെൻറ്റ്. ഫങ്ഷണൽ റെക്കോർഡ്സ് ഇൻക്ലൂഡ്. റെക്കോർഡ്സിൻ്റെ ഫങ്ഷൻ എന്താണ്? ബില്ലിങ്ങിൽ സപ്പോർട്ട് ചെയ്യും. കാരണം റെക്കോർഡ്സ് വെച്ചിട്ടായിരിക്കും പേഷ്യൻ്റെ ബില്ലെല്ലാം ഫൈനലാക്കുന്നത്. അപ്പോൾ ആൻസർ എ ആണ്. മെഡിക്കൽ റെക്കോർഡ്സ് ആർ പെർമനൻറ്റ് ലീഗൽ ഡോക്യുമെൻറ്റ്സ്. ആൻസർ ബി ആണ്. കാരണം അത് ലീഗൽ ഡോക്യുമെൻറ്റുമാണ്, അത് പെർമനൻ്റായിട്ട് വെക്കണം. പല ഡോക്യുമെൻറ്റ്സും നമ്മൾ മെഡിക്കോ ലീഗൽ ഡോക്യുമെൻറ്റ്സ് പെർമനൻ്റായിട്ട് വെക്കും. IP റെക്കോർഡ്സ് യൂഷ്വലി നമ്മൾ 5 years റിറ്റെയിൻ ചെയ്യും. OP റെക്കോർഡ്സ് നമ്മൾ യൂഷ്വലി 3 years റിറ്റെയിൻ ചെയ്യും. അപ്പം നമ്മുടെ ലീഗലി ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നമ്മൾ പെർമനൻ്റായിട്ട് എന്തായാലും വെക്കും. ആൻസർ ബി ആണ്. പേഷ്യൻ്റ് ഹിസ്റ്ററി മിസ്സിംഗ് FI. പേഷ്യൻ്റ് ഹിസ്റ്ററി കിട്ടിയില്ലെങ്കിൽ എന്താണ് ഗുണം? അപ്പം പല കാര്യത്തിലും നമുക്ക് പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് തിരിച്ചെടുക്കാൻ തെറ്റ് വരാൻ സാധ്യതയുണ്ട്, ഡിലേ വരാൻ സാധ്യതയുണ്ട്. അപ്പം ആൻസർ ബി ആണ്, റോങ് ഡിസിഷൻ. MRD എൻഷുർസ്. MRD നമുക്ക് എൻഷുർ ചെയ്യേണ്ടത് റെക്കോർഡ് സേഫായിട്ട് വെക്കണം എന്നുള്ള റെക്കോർഡ് സേഫ്റ്റിയാണ്. ആൻസർ എ. മാനേജർ റോൾ ഇൻക്ലൂഡ്സ്. മാനേജർ റോൾ എന്താണ്? പോളിസി മേക്കിങ്ങിൽ മാനേജറിൻ്റെ റോളുണ്ട്. പലതരത്തിലെ നയങ്ങൾ ഹോസ്പിറ്റൽ ഉണ്ടാവും, അതിൽ മാനേജറിൻ്റെ റോൾ ഉണ്ടാവും. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് മാനേജറിൻ്റെ റോളാണ്. അപ്പോൾ ആൻസർ എ ആണ്. മെഡിക്കൽ റെക്കോർഡ്സ് കൊണ്ട് എന്താണ് ഗുണം? എന്താണ് സപ്പോർട്ട് ചെയ്യും? എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യും, റിസർച്ചിന് സപ്പോർട്ട് ചെയ്യും. പല പേഷ്യൻസിനും പല സ്റ്റാഫിനും കാര്യങ്ങൾ പഠിക്കണമെങ്കിലോ ഡോക്ടേഴ്സിന് കാര്യങ്ങൾ പഠിക്കണമെങ്കിലോ റെക്കോർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസർ എ ആണ്. ഡാറ്റ ബ്രീച്ച് ഓഫ് കോഴ്സ് റെസ്പോൺസിബിലിറ്റി. ഡാറ്റ ലീക്കായി പോയത് ഉത്തരവാദിത്തം ആർക്കാണ്? MRD ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി MRDക്കാണ്. ഓർഗനൈസേഷൻ MRD റിക്വയർസ്. MRDക്കകത്തും പല സ്റ്റാഫ് ഉണ്ടാവും, സീനിയർ സ്റ്റാഫ്, ജൂനിയേഴ്സ് ഉണ്ടാവും. അതുപോലെ ലെവലിലുള്ള സ്റ്റാഫിന് സ്റ്റാഫ് ഹൈറാർക്കി എന്ന് പറയും. അപ്പോൾ MRDക്കകത്തും ഒരു സ്റ്റാഫ് ഹൈറാർക്കി ഉണ്ടാവും. ആൻസർ എ ആണ്. MRD സ്റ്റാഫ് മസ്റ്റ് ബി ട്രെയിൻഡ്. MRD സ്റ്റാഫിന് എന്ത് ട്രെയിനിങ് കൊടുക്കേണ്ടത്? കോഡിംഗ് ആണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്. കോഡിംഗ് മീൻസ് ഓരോ അസുഖത്തിന് ഓരോ നമ്പേഴ്സ് ഉണ്ടാവും, ആ നമ്പേഴ്സ് അവർ കണ്ടുപിടിക്കാൻ പറ്റണം. അതിനാണ് കോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ICD കോഡിംഗ് എന്ന് പറയും. ആൻസർ എ ആണ്. റെക്കോർഡ് സെലക്ഷൻ, ക്വാളിറ്റി അഷ്യൂറൻസ്. ആൻസർ എ ആണ്. റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ, ഡിസിഷൻ എടുക്കാനും തീരുമാനിക്കാനും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും പറ്റും. ആൻസർ എ ആണ്. ഇൻകംപ്ലീറ്റ് ഡിസ്ചാർജ് സമ്മറി ഇഷ്യൂ. ഡിസ്ചാർജ് സമ്മറി ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ എന്ത് പറ്റും? അത് ലീഗൽ റിസ്ക് ആണ്. നാളെ കോടതിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് ബുദ്ധിമുട്ടുണ്ടാവും. ആൻസർ എ ആണ്. മാനേജർ എൻഷുർസ് അവൈലബിലിറ്റി ഓഫ്. മാനേജറിൻ്റെ റോൾ എന്താണ്? എല്ലാ എക്യുപ്മെൻറ്റ്സും ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കണം, എങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യുക. അപ്പോൾ ആൻസർ എ ആണ്, എക്യുപ്മെൻറ്റ്. MRD സപ്പോർട്ട്സ്. MRD ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ ബില്ലിംഗ് കറക്റ്റ് ആവും, ലീഗൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ സ്മൂത്തായിട്ട് അഡ്മിനിസ്ട്രേഷന് ഹെൽപ്പ് ചെയ്യും. ആൻസർ എ ആണ്. മെഡിക്കൽ റെക്കോർഡ്സ് ഇംപ്രൂവ്. മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ പേഷ്യൻ്റ് സേഫ്റ്റിക്ക് ബെനിഫിറ്റാണ്. കാരണം പേഷ്യൻ്റ് പല ഹിസ്റ്ററിയും കാര്യങ്ങളുണ്ടാവും, പേഷ്യൻ്റ് അലർജീസും പേഷ്യൻ്റ് സർജറീസും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പം പേഷ്യൻ്റ് ഫർദർ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റും. ആൻസർ എ ആണ്, പേഷ്യൻ്റ് സേഫ്റ്റി. റെക്കോർഡ് ലോസ്റ്റ് ഇമ്പാക്ട്. റെക്കോർഡ് നഷ്ടപ്പെട്ടാൽ എന്താ പറ്റുന്നത്? ഡിലേ വരും, കേസ് ഡിലേ വരും, കെയർ ഡിലേ വരും. അപ്പോൾ ആൻസർ ബി ആണ്. MRD ഇൻട്രസ്റ്റ് പ്രോപ്പർ. MRD റെസ്പോൺസ് പ്രോപ്പർ ഫയലിംഗ് ചെയ്യണമെന്നാണ്. എല്ലാം കറക്റ്റായിട്ട് അതിൻ്റെ ഷെൽഫിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഫയലിംഗ് സിസ്റ്റം നിർബന്ധമായിട്ടും വേണം. ആൻസർ എ ആണ്.
മാനേജർ ഓഡിറ്റ്സ്. മാനേജർ എന്തിനാണ് ഓഡിറ്റ് ചെയ്യുന്നത്? മെഡിക്കൽ റെക്കോർഡ്സിനാണ് ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എ ആണ്. ഓഡിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ റെക്കോർഡ്സ് ചെക്ക് ചെയ്തിട്ട് പേഷ്യൻറ്റ് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ, എവിഡൻസ് ബേസ്ഡ് ആണോ, പ്രോട്ടോകോൾ ബേസ്ഡ് ആണോ ചെക്ക് ചെയ്യും. ആവശ്യമില്ലാത്ത ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അൺനെസറി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്താൽ എല്ലാ ഇൻഫർമേഷനും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഫർദർ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അതിനെ മോഡിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ ആൻസർ എ ആണ്. റെക്കോർഡ്സ് ഹെൽപ്സ് ഇൻ പോളിസി മേക്കിംഗ്. റെക്കോർഡ്സ് കൊണ്ട് നമുക്ക് പുതിയ പോളിസീസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആൻസർ എ ആണ്. പ്ലാനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റോങ് പേഷ്യൻ്റ് ഐഡൻറ്റിഫൈഡ്. കോസ് എന്താണ്? പേഷ്യൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ തെറ്റാനുള്ള മെയിൻ കാരണം റെക്കോർഡ്സ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല, നമ്പറിങ് കറക്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ കറക്റ്റ് ആയില്ലെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം പോർ റെക്കോർഡ്സ് ആണ്. ആൻസർ എ ആണ്. MRD must maintain confidentiality. Confidential means ഒരു പേഷ്യൻ്റ് ഡാറ്റ ലീക്ക് ചെയ്ത് പുറത്ത് പോകാൻ പാടില്ല, വേറെ ആൾക്കാർക്ക് അറിയാൻ പാടില്ല. അപ്പം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അത് പുറത്ത് എടുക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ലീഗൽ ഡോക്യുമെൻറ്റ്സ് കോർട്ടിലാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ആൻസർ എ ആണ്. ഫംഗ്ഷൻ ഓഫ് MRD ഇൻക്ലൂഡ്സ്. MRD എന്ന് വെച്ചാൽ ഫയൽ വെക്കാനും ഫയൽ എടുക്കാനും പറ്റണം. എടുക്കുന്നതിന് റിട്രൈവൽ എന്ന് പറയുന്നത് റിട്രൈവൽ. ആൻസർ എ ആണ്. റിട്രൈവൽ ഓഫ് റെക്കോർഡ്സ്. അപ്പോൾ കറക്റ്റ് സ്ഥലത്ത് ഫയൽ ചെയ്തില്ലെങ്കിൽ എടുക്കാനും ബുദ്ധിമുട്ടുണ്ടാവും. ഫയൽ എടുക്കുന്നതിന് നമ്മൾ റിട്രൈവൽ എന്ന് പറയും. ആൻസർ എ ആണ്. മെഡിക്കൽ റെക്കോർഡ്സ് ആർ യൂസ്ഫുൾ ഫോർ എപ്പിഡെമിയോളജി. എപ്പിഡെമിയോളജി മീൻസ് പോപ്പുലേഷൻ്റെ അകത്ത് നമ്മൾ ഡിസീസിൻ്റെ പാറ്റേൺ സ്റ്റഡി ചെയ്യുന്നതാണ് എപ്പിഡെമിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ എപ്പിഡെമിയോളജിയിൽ നമുക്ക് ഡിസീസിൻ്റെ സ്വഭാവത്തിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ പറ്റും. അപ്പോൾ മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എളുപ്പമായിരിക്കും. ആൻസർ എ ആണ്. ഡിലേ ഇൻ റെക്കോർഡ് റിട്രീവൽ. എന്തുകൊണ്ടാണ് ഫയൽ എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്? ആൻസർ പുവർ സിസ്റ്റമാണ്. പ്രോപ്പറായിട്ട് നമ്മൾ ഫയലിംഗ് ചെയ്തില്ല, അപ്പം അത് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ആൻസർ ബി ആണ്. പുവർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പുവർ സിസ്റ്റം. മാനേജർ എൻഷുർസ് കംപ്ലയൻസ് വിത്ത് ലോസ്. നിയമമായിട്ട് ഫോളോ ചെയ്ത് തന്നെ പോകണം. അപ്പോൾ നിയമം തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ ആൻസർ എ ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്നതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താൻ നോക്കുക. അപ്പം ഇത് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.